هم خير من خلق الإله ومن അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ അൽ ഫായിസിന ബിറളില്ലാഹി അമ്മാ ബഅദ്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും ഉസ്താദുമാരെയും ഇണകളെയും മക്കളെയും കൂട്ടുകുടുംബങ്ങളെയും സ്നേഹിക്കുന്നവരെയും സഹായിക്കുന്നവരെയും ഗുണകാംക്ഷകരെയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെയും ഇഹപര വിജയത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കപ്പെടുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. വിശുദ്ധ റമദാൻ നോമ്പ് യഥാർത്ഥ രീതിയിൽ നോക്കുന്ന വ്യക്തികൾക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. റമദാൻ മാസത്തിൽ അള്ളാഹുവിനോട് ചോദിക്കുന്നവരുടെ ദുആക്ക് ഉത്തരം ലഭിക്കപ്പെടാതെ പോകൂല. ദാക്കിറുല്ലാഹി ഫീ റമദാന മഗ്ഫൂറൻ, റമദാൻ മാസത്തിൽ അള്ളാഹുവിന്റെ ദിക്റിൽ നിന്നവൻ പൊറുക്കപ്പെട്ടവനാണ്. വസായിലുല്ലാഹി ഫീഹി ലാ യുഖയ്യബ്, വിശുദ്ധ റമദാൻ മാസത്തിൽ അള്ളാഹിനോട് ചോദിച്ചവനെ അള്ളാഹു ഒരിക്കലും പാഴാക്കി കളയില്ല എന്ന് ഹദീസിലുണ്ട്. പ്രത്യേകിച്ച് നോമ്പുകാരന് അത്താഴ സമയത്തും അതുപോലെ തന്നെ നോമ്പ് കുറിക്കുന്ന സമയത്തൊക്കെ ദുആക്ക് ഉത്തരം ലഭിക്കപ്പെടുന്ന സമയങ്ങളാണ്. നോമ്പ് മുറിക്കുന്ന സമയത്ത് നാം നോമ്പ് തുറ വിഭവങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ ദുആയെ അശ്രദ്ധ കാണിക്കരുത്. നബി തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാൻ പറ്റും, ഇന്നൽ ഇസ്സായിമി ഇൻദ ഫിത്രിഹി ലദാവത്തൻ മാ തുറദ്, നിശ്ചയമായ നോമ്പുകാരന് നോമ്പ് മുറിക്കുന്ന സമയത്ത് ഒരു പ്രാർത്ഥനയുണ്ട്, ആ പ്രാർത്ഥനയെ തള്ളപ്പെടുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നോമ്പ് മുറിക്കുന്ന സമയത്ത് ചില സുന്നത്തായ പല കാര്യങ്ങളും ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അല്ലാഹുമ്മ ലക സമത്തു വഅലാ റിസ്ഖിക അഫ്തർതു, നോമ്പ് മുറിച്ച ഉടനെ നിനക്ക് വേണ്ടി ഞാൻ നോമ്പ് നോറ്റു, നിന്റെ ഭക്ഷണത്തിന്റെ മേൽ ഞാൻ നോമ്പ് മുറിച്ചു എന്ന് ചില സുന്നത്താണ്. അതുപോലെ തന്നെ വെള്ളം കുടിച്ചിട്ടാണ് നോമ്പ് മുറിക്കുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ്, ദാഹം പോയി നരമ്പുകൾ നനഞ്ഞു അള്ളാഹു ഉദ്ദേശമെങ്കിൽ കൂലിയും ലഭിച്ചു എന്ന അർത്ഥത്തിലുള്ള എന്നത് സുന്നത്താണ്. അതോടൊപ്പം പലരും മറന്നുപോകുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ഹദീസിലുണ്ട്. ആ പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിറഹ്മതികല്ലതി വസിയത കുല്ല ശൈഇൻ അൻ തഗ്ഫിറ ലി. ഈ പ്രാർത്ഥന പലരും മറന്നുപോകാറുണ്ട്. വളരെയേറെ പ്രാധാന്യമുള്ള ഹദീസുകൾ കാണുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. ഇത് പറ്റുന്നവരൊക്കെ മനഃപ്പാഠമാക്കി പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിറഹ്മതികല്ലതി വസിയത കുല്ല ശൈഇൻ അൻ തഗ്ഫിറ ലി. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിറഹ്മതികല്ലതി വസിയത കുല്ല ശൈഇൻ അൻ തഗ്ഫിറ ലി. അല്ലാഹുവേ, എല്ലാ വസ്തുക്കളിലും പ്രവിശാലമായി കിടക്കുന്ന നിന്റെ കാരുണ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, എന്റെ പാപത്തെ നീ പുറത്തു തരണമേ എന്ന മഗ്ഫിറത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന മറക്കാതെ ദുആ ചെയ്യാൻ വേണ്ടി തയ്യാറാവുക. 3 പേരുടെ പ്രാർത്ഥന തള്ളപ്പെടില്ല എന്ന് ഹദീസിലുണ്ട്. അതിലൊന്നാമത് സായിമു ഹീന യഫ്തിറു എന്നാണ്, നോമ്പ് കുറിക്കുന്ന സമയത്ത് നോമ്പുകാരന്റെ പ്രാർത്ഥന. വൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരിയുടെ പ്രാർത്ഥന. വദാവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന. ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥനയെ മേഘത്തിന്റെ മുകളിലൂടെ അങ്ങോട്ടേക്ക് ആകാശലോകത്തേക്ക് ഉയർത്തുകയും വാനലോകത്തിലെ വാതിലുകൾ ആക്രമിക്കപ്പെട്ടവരുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തുറക്കപ്പെടുകയും ചെയ്യുമെന്ന് ഹദീസിലുണ്ട്. അള്ളാഹു പറയല്ല, അൻസുറന്നക വലൗ ബഅദ ഹീനിൻ, നിന്നെ ഞാൻ സഹായിക്കുക തന്നെ ചെയ്യും, അല്പം കഴിഞ്ഞാൽ പോലും ശേഷമായാൽ പോലും നിന്നെ സഹായിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന കേൾക്കുമ്പോൾ പറയുമെന്ന് ഹദീസിലുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കേണ്ട സമയം നാം മനസ്സിലാക്കി, പ്രത്യേകിച്ച് ഈ വിശുദ്ധ റമദാനിൽ നോമ്പ് മുറിക്കുന്ന സമയത്ത്, നോമ്പ് തുറയുടെ സമയത്ത് ഈ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കാൻ തയ്യാറാവുക. ഒന്നുകൂടി ആ പ്രാർത്ഥന ഓർമ്മിക്കുക, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിറഹ്മതികല്ലതി വസിയത കുല്ല ശൈഇൻ അൻ തഗ്ഫിറ ലി. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കപ്പെടുന്നവരെ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.